ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ കാണുന്നത് നിഫ്റ്റി ലെവൽസാണ്. ഇന്നത്തെ നിഫ്റ്റി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ് ഇതൊക്കെ. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും നിഫ്റ്റിയുടെ ഇവിടെ നോക്കിയാൽ മതി, ലെഫ്റ്റിൽ നോക്കിയാൽ മതി, ലെഫ്റ്റ് ടോപ്പിൽ 200+ എത്താറുണ്ട് നിഫ്റ്റി. പക്ഷെ ഞാൻ പറയണത് ഇന്ന് അതിനും മാത്രം അടിപൊളി ഒരു മൊമെൻറ്റം നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നില്ല. കാര്യം ഗ്യാപ്പാണ്, പിന്നെ നല്ല രീതിക്ക് ബുള്ളിഷ് ആയിട്ടുമുണ്ട്. പക്ഷെ ഒരു അടിപൊളി മൊമെൻ്റ് എന്നുള്ള സെറ്റപ്പ് ഉണ്ടായിട്ടില്ല. വെയിറ്റ് ചെയ്ത് നല്ല രീതിക്ക് വെയിറ്റിംഗ് ചെയ്തിട്ടുള്ള ട്രേഡുകൾ നമുക്ക് കിട്ടുള്ളൂ. അതിൽ എസ് പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഈ ഒരു ചാർട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കണമെങ്കിൽ നിങ്ങളുടെ ബൈയിങ് പ്രൈസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്നത്തെ ദിവസം ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു ട്രേഡ് എടുത്തു, അത് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് SLക്ക് ചിലപ്പോൾ പോവാം, പിന്നെയാണ് മുകളിലേക്ക് പോകുള്ളൂ. അപ്പോൾ ഈ കുറേ നേരം വെയിറ്റ് ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത്രയും വെയിറ്റിംഗ് ടൈം ഉണ്ട്, എന്നിട്ടാണ് പ്രോഫിറ്റിക്ക് പോകുള്ളൂ. അപ്പം കോമൺലി ഞാൻ പറയണത്, ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ 10 മിനിറ്റ് ഹോൾഡ് ചെയ്യുക, പിന്നെ കോസ്റ്റ് ഇടുക. പ്രോഫിറ്റിലാണെങ്കിൽ SL സൈഡിലാണെങ്കിൽ നിങ്ങൾക്ക് എക്സിറ്റ് അടിക്കുക. 10 പോയിന്റ് നിഫ്റ്റിയിൽ കൊടുക്കണം നിർബന്ധമില്ല എന്നാണ് ഞാൻ പറയാറ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ദിവസം ഇത്തിരി ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷേ അതൊന്നും പ്രശ്നമില്ല. നമുക്കൊന്ന് ഫ്രീ ഗ്രൂപ്പിൽ കിട്ടിയ ഫസ്റ്റ് ട്രേഡ് 30 പോയിന്റ് പോയിട്ടുള്ള ട്രേഡാണ്. പിന്നെ നമുക്ക് ട്രേഡ് ആവുന്നത് ഒരു ഉച്ച കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് വരാം. BTCയുടെ കാര്യം കൂടി പറഞ്ഞിട്ട് വരാം. ബിറ്റ് കോയിൻ ഞാൻ അന്ന് രാവിലെ ലെവൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരേ പ്രൈസിൽ 3 എൻട്രികളാണ് വന്നത്. അതായത് CZ ആയിരുന്നു. CZ ഒരേ പ്രൈസിൽ 3 എൻട്രി. ഫസ്റ്റ് എൻട്രി SL, രണ്ടാമത്തെ എൻട്രി $130, മൂന്നാമത്തെ എൻട്രി ഒരു $200. അപ്പോൾ റീ എൻട്രികളാണ് അതിൽ വന്നത് കൂടുതൽ. അപ്പം അങ്ങനെയാണ് അതിൽ പ്രോഫിറ്റ് വന്നത്. അപ്പോൾ ഞാനിവിടെ ഷെയർ ആക്കാം കേട്ടോ. ക്രൂഡ് ഓയിലിൻ്റെ കാര്യം പറയുകയാണെന്നെങ്കിൽ ഇന്ന് നമുക്ക് 2 എൻട്രി ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. CZക്ക് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്, PZക്ക് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. CZക്ക് ആക്ടിവേറ്റ് ആയിട്ട് നമുക്ക് 1 മണിക്കൂർ ഹോൾഡിംഗ് ആയിരുന്നു. അതിനുശേഷം കോസ്റ്റ് ഇടാനാണ് എല്ലാവരോടും പറയാറ്. നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ടൈം നിങ്ങൾ ആലോചിക്കുക. ഫസ്റ്റ് പെയ്ഡ് ഗ്രൂപ്പിൽ ഇരിക്കുന്ന മെമ്പേഴ്സിനോടാണ് പറയണത്. അല്ലെങ്കിൽ പെയ്ഡ് ഗ്രൂപ്പിൽ കയറാൻ ആഗ്രഹിക്കുന്ന മെമ്പേഴ്സിനും ഇത് മനസ്സിലാക്കുക. ക്രൂഡ് ഓയിൽ ചെയ്യണ നേരത്ത് നിങ്ങളൊരു ട്രേഡ് എടുത്ത ശേഷം 1 മണിക്കൂർ ഹോൾഡ് ചെയ്യുക. 1 മണിക്കൂറിൻ്റെ SL അടിക്കണില്ല, 10 പോയിന്റ് കിട്ടണില്ല, അങ്ങനത്തെ ഒരു ഗ്യാപ്പിൽ നിങ്ങൾക്ക് അവിടെ എക്സിറ്റ് അടിക്കാം. നമ്മളിവിടെ 10 മിനിറ്റ് നിഫ്റ്റിൽ ചെയ്യണ പോലെയാണ് ക്രൂഡ് ഓയിൽ 1 മണിക്കൂർ. അപ്പോൾ അവിടെ എക്സിറ്റ് അടിച്ച് കളയുക. വെറുതെ SL കൊടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണത്. പിന്നെ നമുക്ക് PLക്ക് ആക്ടിവേറ്റ് ആയി. അത് ജസ്റ്റ് ആക്ടിവേഷൻ നടന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതങ്ങനെ പോട്ടെ. പിന്നെ നിഫ്റ്റിയുടെ കാര്യങ്ങളാണ്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയാണെന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. സെൻസസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സെൻസസ് ഇത്തിരി പ്രൈസ് കൂടുതലാണ്. അപ്പോൾ അത് സെൻസസ് കൊടുത്തിട്ടില്ല. അപ്പോൾ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇത് 25,000 P ആണ്. നിങ്ങൾ കണ്ടിന്യൂസ്ലി ഫോളോ ആവണ ഒരു സിമ്പിളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടിന്യൂസ്ലി ഫോളോ ആണ്. ഇതിലൊന്നും ചെയ്യാനില്ല. മെൽറ്റിംഗ് ആണ്, പ്രീമിയം മെൽറ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. PZ ഇടാം മോർണിംഗിൽ. ഇത് 56,400 P ബാങ്ക് നിഫ്റ്റിയാണ്. കണ്ടിന്യൂസ്ലി മെൽറ്റിംഗ് ആണ്, കാണണ്ടാവുമല്ലോ. ഇനി അടുത്താണ് CZ നമുക്ക് രാവിലെ തന്നെ കിട്ടിയതാണ്. 25,150 C. ഡേറ്റ് 25 നമുക്ക് കാണാണ്ടാവും. അവിടെ നിന്ന് നമ്മുടെ കണ്ടീഷനോട് ആക്ടിവേറ്റ് ആയി ലിമിറ്റിൽ നിന്ന് എടുക്കാം. അങ്ങനെ ഒരു 30 പോയിന്റ് പോയിട്ടുണ്ട്. 1 വേയിൽ 30 പോയിന്റ് അല്ല, ഒരു 28, 25, 26 പോയിന്റാണ് 1 വേയിൽ. പിന്നെ ഇതിന് സ്ട്രഗിൾ ചെയ്തിട്ട് 30 പോയിന്റ്. ഇനിയിപ്പോൾ അത് നന്നായിട്ട് ഹോൾഡ് ചെയ്ത് ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് SL അടിക്കില്ല. നിങ്ങൾക്ക് അവിടെ നോക്കാതെ SL ഒന്നും പോവില്ല. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നേരം ഹോൾഡ് ചെയ്യാൻ ഞാൻ പറയാറില്ല. അത്രയുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒന്നെങ്കിൽ കോസ്റ്റ് ഇടും, അല്ലെങ്കിൽ പ്രോഫിറ്റ് എടുക്കും. അല്ലാതെ നടക്കുക. പിന്നെ കൊടുത്ത ലെവൽ 145 ഈ 145 എന്ന് പറഞ്ഞ ലെവൽ കൊടുക്കുന്നത് രാവിലെയാണ് കേട്ടോ. രാവിലെ ഒരു 10 മണിയായപ്പോൾ കൊടുത്തതാണ്. അതായത് ഈ ട്രേഡ് ഇത്തിരി മുകളിലേക്ക് പോകണം കണ്ടപ്പോൾ അടുത്ത ലെവൽ ഞാൻ കൊടുത്തതാണ് 145.30. അത് നമുക്ക് ആക്ടിവേഷൻ നടക്കുന്നത് ഇവിടെയാണ് 1:15 കഴിഞ്ഞിട്ട്. അപ്പോൾ അവിടെ നിന്ന് ട്രേഡ് എടുത്തെടുക്കും. അതൊരു 28 പോയിന്റ് 30 പോയിന്റ് കൂട്ടാം. ഞാൻ ഇത്തിരി കയറ്റി വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് ഏതാണ് 30 പോയിന്റ് എങ്ങനെയാണ് പോയിക്കണത് അത്. അപ്പോൾ അതും അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഉദ്ദേശിക്കുന്ന മൊമെൻ്റ് ഈ മൊമെൻ്റാണ്. ഈ 1 വേയിൽ ഇത്ര നേരം കൊണ്ട് ട്രേഡ് എടുക്കുക, പ്രോഫിറ്റ് എടുക്കുക എന്നുള്ള കൺസെപ്റ്റാണ്. പിന്നെ ഇങ്ങനെ ഇരിക്കുന്ന സംഭവം ഹോൾഡിങ്ങാണ്. ഇങ്ങനെ പോണത് ഹോൾഡിംഗ് ആണ്. ഇതെല്ലാവരും ചെയ്യണം നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്നത് ഇതാണ്. ഈ 10 മിനിറ്റ് കൊണ്ടുള്ള ഈ മൊമെൻ്റ്. ഇത് എല്ലാ ട്രേഡും കിട്ടണം. അത് കിട്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കേണ്ട വരും. ഇത് ചിലപ്പോൾ അടിയിലേക്കും പോവാം. അതാണ് പ്രശ്നം. നിങ്ങൾ രണ്ടാമത്തെ ട്രേഡ് നോക്കുക. നമ്മൾ ഈ ട്രേഡ് എടുക്കണം, പെട്ടെന്ന് തന്നെ മൊമെൻറ്റം വരുന്നുണ്ട്. 10 മിനിറ്റ് കൊണ്ട് മൊമെൻറ്റം വരുന്നുണ്ട്. 30 പോയിന്റ് കൊണ്ട് ഇറങ്ങണം. 30 പോയിന്റ് അല്ല ടാർഗറ്റ്, ഞാൻ പറഞ്ഞു മാത്രം. 30 പോയിന്റൊക്കെ കിട്ടി കഴിഞ്ഞ് ഈസി ആയിട്ട് മറ്റേ ട്രേഡ് ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും.
പിന്നെ ക്യാൻഡിൽസ് മുകളിൽ പോയിട്ട് അടിയിലേക്ക് വന്ന് ഒന്ന് സസ്റ്റെയിൻ ചെയ്യണം അവിടെ, മനസ്സിലായാലും ഒന്ന് സസ്റ്റെയിൻ ചെയ്തിട്ട് കയറുകയാണെങ്കിൽ ഇവിടെ നിന്ന് എൻട്രി എടുക്കാം. പക്ഷെ ഇവിടെ നടന്നേക്കണ സിനാരിയോ അങ്ങനത്തെ സിനാരിയോ അല്ല. ഇവിടെ നടന്നേക്കണ സിനാരിയോ ഇത്തിരി പ്രശ്നമാണ്. അതായത് ക്യാൻഡിൽ അടിയിലേക്ക് ഒറ്റയടിക്ക് താഴത്തേക്ക് പോന്നു, അടുത്ത് തന്നെ അപ്പം തന്നെ ബയ്യേഴ്സ് കയറി, പിന്നെ കയറി തന്നെ പോയി. പിന്നെ വന്നത് ഇവിടെയാണ്. ഇങ്ങനത്തെ ഒരു എൻട്രി എടുക്കാൻ പറ്റില്ല, ഈ ഒരു എൻട്രി നടക്കില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു എൻട്രി എടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യണ ഒരു തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇങ്ങോട്ട് വരുന്നവരൊക്കെ വെയിറ്റ് ചെയ്ത് ക്യാൻഡിൻ്റെ അടിയിലേക്ക് ഇറങ്ങി മുകളിലേക്ക് കയറുമ്പോൾ എൻട്രി എടുക്കാമെന്നുള്ള വിചാരിക്കും. പക്ഷെ അവിടെ നിന്ന് എൻട്രി എടുക്കും ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. ഇനി മുകളിൽ പോയിട്ട് പിന്നെ ഇവിടെ വരുമ്പോൾ എടുക്കാമെന്നുള്ള വിചാരിക്കും. അപ്പോൾ അതും പ്രശ്നമാണ്. ഇതെല്ലാ പ്രാവശ്യം ഈ പരിപാടി നടക്കില്ല കേട്ടോ. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, അപ്പോഴാണ് മനസ്സിലാവുള്ളൂ. ഇതൊരു സൈഡ് വൈസ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിനാരിയോ ഒന്ന് കിട്ടിയത്. എല്ലാ ദിവസവും നടക്കില്ല. ഇതിൻ്റെ എൻട്രി പ്രോപ്പർ വരുന്നത് ഇവിടെ തന്നെയാണ്, 138-60 അവിടെ തന്നെയാണ് എൻട്രി, രണ്ടാമത്തെ എൻട്രി. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്, അതിന് മൊമെൻറ്റോ വന്നിട്ടുണ്ട്. ഇവിടെ എടുത്താൽ പ്രോഫിറ്റ് വരില്ല എന്നല്ല പറയണത്, റിസ്ക് ആണ്. 10 പോയിന്റ് പോയിന്ന് വെച്ചിട്ട് വേണം ഇവിടെ എടുക്കാൻ. പിന്നെ ഉണ്ടായിരുന്നത് ബാങ്ക് നിഫ്റ്റിയാണ്, 56,600 56,600 ഒരു ട്രേഡ് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 1:1 ആണ്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഭയങ്കര കൺസൾട്ടേഷൻ, ഒന്നും ചെയ്യാനൊന്നുമില്ല. 1:1 കിട്ടണം, ഇറങ്ങണം, അത്ര ഉള്ളൂ. അല്ലെങ്കിൽ കോസ്റ്റ് വൈസ് അടിച്ച് പോകണം, അത്ര ഉള്ള ട്രേഡിൻ്റെ കാര്യം. പിന്നെ 25-100 പി അടിയിലേക്ക് തന്നെയാണ്, പി ഒക്കെ അടിയിലേക്ക് തന്നെയാണ്. ബാങ്ക് നിഫ്റ്റി പി ഇവിടെയും ബാങ്ക് നിഫ്റ്റി കിട്ടിയിട്ടുണ്ട്. അത് 10 പോയിന്റിലൊക്കെ ഇറങ്ങണം. അത് ഹോൾഡ് ചെയ്തിരുന്ന SL അടിക്കും. അത് ഹോൾഡ് ചെയ്തിരിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കാട്ടോ. അവിടെ പി ട്രേഡ് നമ്മൾ എടുത്ത് മൊമെൻറ്റം കിട്ടിയില്ല. ഹോൾഡിങ് ടൈം എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. ഇത്ര നിങ്ങൾ ഹോൾഡ് ചെയ്യേണ്ട കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. നിങ്ങൾ ഇത്ര ഹോൾഡ് ചെയ്താൽ മതി. അപ്പം അങ്ങനെ ശീലിക്കുക. അപ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാവും നമ്മുടെ ട്രേഡിങ് ലൈഫിൽ. പിന്നെ നമുക്കുണ്ടായിരുന്ന എൻട്രി 25-250 ആണ്. 25-250 ഫസ്റ്റ് ട്രേഡ് നമുക്ക് 70 രൂപയിലാണ് കിട്ടിയത്. അത് 1:3 കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ ട്രേഡ് 92 രൂപയിലാണ്. അതൊരു 10 ക്യാൻഡിന് ശേഷം ഇറങ്ങണം. ഇഷ്ടംപോലെ ടൈം ഉണ്ട് ഇറങ്ങാൻ. ഇനി ഇറങ്ങിയില്ലെങ്കിൽ രസമില്ലാണ്, അത്ര ഉള്ള കാര്യം. പക്ഷേ ഫസ്റ്റ് ട്രേഡ് പ്രോഫിറ്റാണ്, 1:3 ആണ്, 30 പോയിന്റ്. ഇപ്പോൾ സി നിങ്ങൾക്ക് ഇത്രേ കാണുള്ളൂ. ഈ ഒരു മൊമെൻ്റ് ആണെന്നുള്ളൂ ഈ സ്ട്രൈക്കിൽ. അതാണ് രസം. അതായത് 25 ഡേറ്റ്. ഈ മൊമെൻ്റ് ഒന്നും ഇല്ല ഇതിൻ്റെ ഉള്ളിൽ. നമ്മുടെ നിഫ്റ്റി ഭയങ്കര മൊമെൻറ്റാണ്. പക്ഷേ നിഫ്റ്റി മൂവ് ചെയ്യണ പോലെ നിഫ്റ്റിയുടെ മൊമെൻറ്റുകൾ കാണാൻ പറ്റും. നിഫ്റ്റിയുടെ ഭയങ്കരമായിട്ട് മൂവ് ചെയ്ത് 200+ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു 30 പോയിന്റ് കിട്ടാനുള്ള അല്ലെങ്കിൽ 40 പോയിന്റ് കിട്ടാനുള്ള വകുപ്പുള്ളൂ. ഞാനിപ്പോൾ ഇന്ന് ഫ്രീ ഗ്രൂപ്പിൽ കൊടുത്ത ഫസ്റ്റ് ട്രേഡ് 30 പോയിൻ്റല്ലേ പറഞ്ഞത്. അത് ആക്ച്വലി ഹോൾഡ് ചെയ്തിരുന്ന ഫുൾ ടാർഗറ്റാണ്, 50 പോയിന്റിൽ വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ കാര്യമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ശീലിക്കും. അങ്ങനെ ശീലിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ മൊമെൻറ്റം ക്യാച്ച് ചെയ്യാൻ നോക്കുക, ഇറങ്ങാൻ നോക്കുക. ഞാനിവിടെ പറയണത് 1 മിനിറ്റ് 2 മിനിറ്റ് ഹോൾഡ് ചെയ്തിരിക്കുക എന്നല്ല പറയണത്. നിങ്ങളോട് 10 മിനിറ്റ് ഹോൾഡ് ചെയ്യാനാണ് പറയണത്. 10 മിനിറ്റ് കൊണ്ട് പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫർദർ ഹോൾഡ് ചെയ്യുക. കറക്റ്റായിട്ട് മനസ്സിലാക്കുക. 10 മിനിറ്റിൻ്റെ ഉള്ളിൽ SL അടിക്കുകയാണെങ്കിൽ ഞാൻ അടിക്കും, അത്രേ ഉള്ളൂ കാര്യം. അത് SL പോകും. ഇനി SL അടിച്ചിട്ടില്ല, SL സൈഡിലാണ് നിൽക്കുന്നതെന്നെങ്കിലും നിങ്ങൾക്ക് ഫുൾ SL കൊടുക്കേണ്ട കാര്യമില്ല. അവിടെ അത് കൊടുത്തിട്ട് ഇറങ്ങാം, SL കൊടുത്തിട്ട്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് പഠിച്ച് തുടങ്ങാട്ടെ. ഇനിയെങ്കിലും വെറുതെ SLകൾ കുറേ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ട്രേഡിംഗ് ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക. വളരെ ഈസി ആയിട്ടുള്ളൊരു മേഖലയല്ല ട്രേഡിങ്, ഭയങ്കര ഡിഫിക്കൽട്ടാണ് കാര്യം. മാക്സിമം ഞാൻ നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് പുതിയത് കയറുന്ന ആൾക്കാർ പിന്നെ പുതുതായിട്ട് വാച്ച് ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾക്ക് ഫ്രീ ഗ്രൂപ്പ് ഞാൻ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രീ ഗ്രൂപ്പ് നോക്കുക. അതിൻ്റെ പെർഫോമൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ പ്രോഫിറ്റ് എടുത്ത് തരുന്നു എന്നുള്ളതല്ല. അവിടുത്തെ പെർഫോമൻസ് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടി നല്ല കാര്യമാണ്. നമ്മുടെ ട്രേഡ് എടുത്ത് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടി നല്ല കാര്യമാണ്. ബേസിക്കലി നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം നിങ്ങൾക്ക് മാത്രമല്ല പ്രോഫിറ്റ് വരേണ്ടത്, മനസ്സിലായില്ലേ? നിങ്ങൾ ഇങ്ങനത്തെ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മെത്തേഡ് കണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പിൽ അത് കണ്ട് അത് 10 പേർക്ക് കാണിച്ചു കൊടുക്കും. അതാണ് ഞാൻ പറയണത്. കുറേ ആൾക്കാരുണ്ട്, അതായത് കേരളത്തിൽ തന്നെ ഇഷ്ടം പോലെ ലോസ് ക്യാരി ചെയ്യണ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഒന്ന് പഠിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ ട്രെയിനിങ് ജേർണിയിൽ ഒരു പുതിയൊരു സംഭവം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ നിങ്ങൾക്ക് എൻ്റെ ചാനൽ യൂസ് ചെയ്യാം. അതാണ് ഞാൻ തരുന്ന ഇവിടുത്തെ ഒരു ഫ്രീ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനസ്സിലായാലും. ഞാനിപ്പോൾ എല്ലാം ഫ്രീ എന്ന് പറയണില്ല. നമ്മൾ പേഡ് ഗ്രൂപ്പ് നടത്തുന്നുണ്ട്, കോഴ്സ് നടത്തുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കൊരു പുതിയൊരു ട്രേഡിങ്ങിൻ്റെ ഒരു വേറൊരു തലത്തിൽ നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പായിരിക്കും ഇത്. പല ആൾക്കാരും
പ്രോഫിറ്റാണ് എന്നൊക്കെ പറയുന്നുണ്ട്, നല്ല പ്രോഫിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി പ്രോഫിറ്റ് ഉണ്ട്. പക്ഷേ എനിക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി പ്രോഫിറ്റ് ഓക്കെ, നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് നല്ല കാര്യം. പക്ഷെ പ്രോഫിറ്റ് ഉണ്ടാക്കൽ മാത്രമല്ല, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇങ്ങനെ ലോസ് ക്യാരി ചെയ്യണവർ. അപ്പോൾ ലോസ് ഉള്ളവർ എന്നെ കൊണ്ട് ലോസ് എല്ലാം റിക്കവറാക്കി തരാമെന്നല്ല ഞാൻ പറയണത്. നിങ്ങൾ ഇങ്ങനത്തെ ഒരു മെത്തേഡ് പഠിക്കുക, എൻ്റെ നിന്ന് കാശ് കൊടുത്ത് പഠിക്കണം എന്നൊന്നും പറയണില്ല. നിങ്ങൾ ജസ്റ്റ് കണ്ട് പഠിക്കുക. നിങ്ങളുടെ സ്ട്രാറ്റജീസിൽ ഈ ഒരു മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് അതിൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഒരു യുണീക്ക് മെത്തേഡാണ്. നിങ്ങൾ ക്ലിയർ ആയിട്ട് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഒരു സ്ട്രാറ്റജി ഉള്ള ഒരാളാണ്, അങ്ങനത്തെ ഒരാൾക്ക് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങളതിൽ അപ്ലൈ ചെയ്താൽ മാത്രം മതി, അവിടെ ഒരു മാജിക് സംഭവിക്കും. അങ്ങനെ ചെയ്ത് പ്രോഫിറ്റിൽ വരാൻ മാക്സിമം നോക്കുക സ്വന്തമായിട്ട്. പിന്നെ എനിക്ക് DMs ഇടയ്ക്ക് വരാറുണ്ട്, ഫണ്ട് മാനേജ്മെൻറ്റ് ഉണ്ടോയെന്ന്. അതായത് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് ഞാൻ ഹാൻഡിൽ ചെയ്യണ്ടോന്ന്, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് കാശ് തന്നു കഴിഞ്ഞാൽ ഞാൻ ഹാൻഡിൽ ചെയ്യണ്ടോ. അങ്ങനത്തെ പരിപാടി ഇല്ല. നിങ്ങൾ എൻ്റെ എന്നല്ല വേറൊരാൾക്കും 1 ലക്ഷം ആണെങ്കിലോ അല്ലെങ്കിൽ 10,000 രൂപയാണെങ്കിലും 100 രൂപയാണെങ്കിലോ മാനേജ് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ 1 ലക്ഷം നിങ്ങൾ ഒരാൾക്ക് കൊടുത്ത് വർഷത്തിൽ ചിലപ്പോൾ 1 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം ഇട്ട് തരാമെന്ന് പറയാൻ തന്നെ അത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. ബേസിക്കലി അവിടെ ആരാ ട്രേഡിങ് കൊടുക്കുന്നുണ്ട്? നിങ്ങളുടെ സ്ഥിരം ജോലിയിൽ പോണു, നിങ്ങൾക്കൊരു എക്സ്ട്രാ ഇൻകം പോലെ, മറ്റേ ബാങ്ക് പലിശയിൽ വരണ പോലെ, ബാങ്ക് പലിശ കിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അത് കിട്ടണ പോലെ മാസം 5,000 രൂപ 6,000 രൂപ അതിനേക്കാൾ കൂടുതൽ ഓഫർ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. നിങ്ങളിപ്പോൾ ചെയ്യണ ജോലി കളയാണ്ട് നിങ്ങൾക്കിത് പഠിച്ചിട്ട് ഇന്നൊരു നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സ്വയം പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജോലി കളഞ്ഞിട്ട് ഇരുന്നാൽ മതി. അത് സ്വയം പറ്റുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ടാസ്ക് പിടിച്ച പരിപാടിയാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഡെയിലി പ്രോഫിറ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രി പ്രൈസാണ്, എപ്പോഴും യുണീക്ക് പ്രൈസാണ്. നമ്മൾ വിചാരിക്കണ മാതിരല്ല, അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ വിചാരിച്ച വെച്ചാൽ മാതിരല്ല. ഇവിടുത്തെ കിങ് എന്ന് പറഞ്ഞ പ്രൈസാണ്. പ്രൈസ് 100 എന്നുള്ളത് അതിന് തോന്നിയാലേ പറ്റുള്ളൂ 110 പോകാൻ വേണ്ടിയിട്ട്. അവിടുത്തെ ബയേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ആണ് അതിനെ 110 കൊണ്ടുപോകണത്. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ പ്രൈസ് കൂടില്ല ഒരിക്കലും. അതിന് ഇൻസ്റ്റിറ്റ്യൂഷൻ ബയേഴ്സ്, ഫണ്ട് ഹൗസുകൾ, അങ്ങനത്തെ വലിയ ആൾക്കാരാണ് അത് ചെയ്യണത്. അപ്പോൾ അതിനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചുരുക്കപ്പേരിൽ വോളിയം എന്നൊക്കെ വിളിക്കാം. ഇപ്പോൾ വോളിയം നോക്കിയിട്ട് ട്രേഡ് ചെയ്യണ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, തെറ്റൊന്നും ഞാൻ പറയണില്ല. വോളിയം നോക്കിയിട്ട് ട്രേഡ് ചെയ്യാം. അതിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വോളിയത്തിൽ വരുന്നത് ഇഷ്ടംപോലെ ട്രാപ്പുകളാണ്. പല പ്രൈസിൽ പല വോളിയം ഉണ്ടായിരിക്കും ഓരോരോ പൊസിഷൻസിലും. അപ്പോൾ ഈ എല്ലാ വോളിയത്തിലും നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ പ്രൈസ് അല്ല അതിൻ്റെ പ്രൈസ്, എൻട്രി എടുക്കേണ്ട പ്രൈസ്. ഞാൻ സംസാരിക്കുന്നത് എൻട്രി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എൻട്രി എടുക്കേണ്ട പ്രൈസ് അതൊരിക്കലും ആവില്ല. അപ്പോൾ നിങ്ങൾ എൻട്രി പ്രൈസ് കണ്ടുപിടിക്കുക. എൻട്രി പ്രൈസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് എന്ന് കിട്ടേണ്ട ഒരു സംഭവമാണ് എൻട്രി പ്രൈസ് കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് കിട്ടുന്നിടത്തോളം കൂടിയിട്ടാണ് നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റിക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുന്നതാണ്. ഇപ്പോൾ എൻ്റെ ഒപ്പം ട്രേഡ് എടുക്കുന്ന ഓരോ ആൾക്കാരുണ്ടാകും, ഗ്രൂപ്പിൽ ഫ്രീ ആയിട്ട് ട്രേഡ് എടുക്കുന്ന ആൾക്കാരുണ്ടാകും, പെയ്ഡ് ഗ്രൂപ്പിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്ര ആൾക്കാർ ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും പ്രൈസ് വന്ന് എടുത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് വരുമോ? ഇന്നൊരു ദിവസം നിങ്ങൾ വേണമെങ്കിൽ കൺസിഡർ ചെയ്തോ. ഇന്നലത്തെ നോക്കണ്ട, ഇന്നലെ നല്ല മൊമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പലർക്കും പല പ്രോഫിറ്റും പറയാൻ പറ്റും. അപ്പോൾ ഇന്നലത്തെ അവിടെ നടക്കട്ടെ, ഇന്നത്തെ നോക്കിക്കോ. ഇന്നും നിങ്ങൾക്ക് എവിടെ നിന്ന് എടുത്താലും പ്രോഫിറ്റ് വരിക. അത് അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്ന് കിട്ടുള്ളൂ. നിങ്ങൾക്ക് ആ കറക്റ്റ് പോയിന്റിൽ നിങ്ങൾ എടുത്താലാണ് പ്രോഫിറ്റ് വരുള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലാവുണ്ടാവും വിചാരിക്കണം. നിങ്ങൾ കറക്റ്റ് പോയിന്റ് എടുക്കണം, അല്ലാണ്ടൊന്നും പ്രോഫിറ്റ് ഒന്നും വരില്ല. ഇന്ന് ഇത്രയും കൺസൾട്ടേഷൻ ചെയ്ത മാർക്കറ്റിൽ നിങ്ങൾക്ക് ഈ പ്രോഫിറ്റൊക്കെ കിട്ടണമെങ്കിൽ ഇതിൽ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ 2 ലൈനില്ല എന്ന് വെച്ചാൽ, ഈ 2 ലൈനില്ല. ഇപ്പോൾ ഫ്രഷ് ചാട്ടാന്ന് നോക്കി, ഇതിലിപ്പോൾ നിങ്ങൾ എവിടെ നിന്ന് എൻട്രി എടുക്കും? നിങ്ങൾ മാർക്കറ്റോടെ കയറി പോകണം. അപ്പോൾ നിങ്ങൾ ഇവിടെ എവിടെ നിന്നെങ്കിലും എൻട്രി എടുക്കണം. മാർക്കറ്റ് അപ്പോൾ തന്നെ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എടുക്കണം. പിന്നെ മാർക്കറ്റ് കയറി പോകണം, നിങ്ങൾ വെയിറ്റ് ചെയ്യും, എൻട്രി എടുക്കില്ല. നിങ്ങളൊരു ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എൻട്രി എടുക്കും. അപ്പോൾ ഇവിടെ ടച്ച് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ എൻട്രി എടുക്കണം, പിന്നെ സ്റ്റോപ്പ് ലോസ് പോകണം. ഇന്ന് സ്റ്റോപ്പ് ലോസ് ഇഷ്ടം പോലെ പോവും. അതാ രസം ഇന്നത്തെ ദിവസത്തെ. അപ്പോൾ ഇതിൻ്റെ ഒരു ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പ്രോപ്പർ എൻട്രി വേണം. എൻട്രി ഉണ്ടാവുകയാണെങ്കിൽ അതിനൊരു നോളജ് വേണം. ഞാനിന്ന് പറഞ്ഞ പ്രൈസ് 145, 109 ആണ്. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി നോക്കാട്ടെ, 7:00 ഇട്ട
ലെവലാണ്. ഈ 2 ലെവൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുണ്ട് സൈഡിലേക്ക്. അപ്പോൾ ഈ 2 ലെവലും ഏഴരയ്ക്ക് ഞാൻ കൊടുത്തു. ഇപ്പോൾ മാർക്കറ്റ് ലാസ്റ്റ് 3:30 കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇതാണ് മാർക്കറ്റിൻ്റെ ഇന്നത്തെ രൂപം. ഇതിലിപ്പോൾ ഇത്രയും കൺസോൾട്ടേഷനാണ്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസോൾട്ടേഷൻ ചെയ്ത ഒരു ഏരിയ ഇതൊക്കെ ഇല്ല. അവിടേക്കും ഇവിടേക്കും ഒരു മൂവ്മെൻറ്റ് കിട്ടിയെന്നുള്ളൂ. ബാക്കി ഒരു ഏരിയ കൺസോൾട്ടേഷനാണ്. നമുക്ക് ഫസ്റ്റ് കിട്ടിയ ട്രേഡ് ഇവിടെയാണ്. അതായത് ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തു, പ്രോഫിറ്റ് കിട്ടി. അത് പിന്നെ കൺസോൾട്ടേഷനിൽ പോയി. ഇവിടെ എൻട്രി എടുക്കാമെന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ എൻട്രി എടുക്കാം, പ്രശ്നമില്ല. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ഇത്തിരി കൂടുതലാണ്. 50-50 ആണ് ഞാൻ പ്യൂർലി പറഞ്ഞു കഴിഞ്ഞാലുള്ള കാര്യം. അപ്പോൾ അവിടെ എൻ്റെ അടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഉള്ളത് 145-ലാണ്. 145 സംഭവിച്ചു. പിന്നെയും ക്യാൻഡിൽ കയറി. നമുക്ക് ഇവിടെ കിട്ടി, അതേ മൊമെൻറ്റ് ഇവിടെയും കിട്ടി. പിന്നെയും മാർക്കറ്റ് അടിയിലേക്ക് പോകുന്നു, കൺസോൾട്ടേഷനിലേക്ക് വന്നു. അപ്പോൾ നിങ്ങൾ എടുക്കണ എൻട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൺസോൾട്ടേഷനിൽ പ്രത്യേകിച്ച്. ട്രെൻഡിങ്ങിലൊക്കെ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും പ്രോഫിറ്റ് എടുക്കാൻ അറിയാം. അതിപ്പോൾ കഴിവാണോ ചോദിച്ചു കഴിഞ്ഞാൽ കഴിവാണ്. മനസ്സിലായാലേ. മെയിൻ ടാസ്ക് നമ്മൾ ഇങ്ങനത്തെ ഓരോ മാർക്കറ്റിലാണ്. മെൽറ്റിംഗ് മാർക്കറ്റ്, അതായത് ബുധനാഴ്ച വ്യാഴാഴ്ച എക്സ്പയറി ഡേയ്സ് ആണ്. അപ്പോൾ നല്ല രീതിക്ക് സെല്ലേഴ്സ് പ്രഷർ ഉണ്ടാവും. ഈ സെല്ലേഴ്സ് പ്രഷറിൻ്റെ മുകളിൽ വേണം ബൈ എടുക്കാൻ. അപ്പോൾ അത്രയും മൊമെൻറ്റം ഉള്ള സൈഡിൽ നമ്മൾ ട്രേഡ് എടുക്കണം. അതാണ് അവിടുത്തെ ടാസ്ക്. അത് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രേഡർ ആകാൻ പറ്റും, നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടിയെന്ന് വിചാരിക്കണം. വെറുതെ നമ്മൾ അത് ഇതും പറഞ്ഞു തന്നിട്ട് സമയം കളയാനേക്കാൻ ഭേദം എന്തെങ്കിലും 10 പേർക്ക് ഉപകാരമുള്ള കാര്യം സംസാരിച്ചിട്ടുള്ള കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും സംസാരിച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചേക്ക്. ഇൻസ്റ്റാഗ്രാമിലാണ് മോർണിംഗിൽ ഞാൻ ഇതൊക്കെ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മോർണിംഗിലേക്ക് കിട്ടും ലെവൽസൊക്കെ. ഏതെങ്കിലും ഒരു ബാധിക്കട്ടെ, ഏതെങ്കിലും ഒരു സ്ട്രൈക്കാണ് 2 ലെവലിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആണ്. അപ്പോൾ നമുക്ക് നാളെ സ്ട്രിക്റ്റ്ലി എല്ലാവരും SL മെയിൻറ്റെയിൻ ചെയ്യാം കേട്ടോ. ലാസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. നാളെ ദിവസത്തിൻ്റെ ഒരു പ്രശ്നം അതാണ്. നിങ്ങൾ SL ഇട്ടേ പറ്റൂ. SL ഇടുക എന്ന് പറഞ്ഞാൽ നമ്മൾ എൻട്രി എടുത്തപ്പോൾ തന്നെ SL ഇടുക, അതാണ് ഉദ്ദേശിക്കുന്നത്. മെൽറ്റിങ് നടക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് SL കണ്ടായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് പറ്റാത്തവർക്ക് ഒഴിഞ്ഞു വെക്കാം, ട്രെൻഡിങ് ആണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഈ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ ഒഴിഞ്ഞു വെക്കുക, അല്ലെങ്കിൽ മാർക്കറ്റ് ട്രെൻഡിങ് ആണെന്ന് കണ്ട സമയത്ത് നിങ്ങൾക്ക് ട്രേഡ് എടുക്കുക. ഈ 2 ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.